ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് കൃഷ്ണകിഷോർ. സ്ഥലം ട്രിവാൻഡ്രത്താണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂടെ സംസാരിക്കാൻ പോകുന്നത് 7294 എന്ന് പറയുന്ന IC കുറിച്ചിട്ടാണ്. ആ IC കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 7294 എന്ന് പറയുമ്പോൾ നമുക്ക് 100 വാട്ട്സ് എടുക്കാൻ പറ്റുന്ന ഒരു IC ആണ്. അത് മാക്സിമം വോൾട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 40 വോൾട്ടാണ്. ആ ഒരു 40 വോൾട്ടിനകത്ത് നമുക്ക് 8 ഓംസിനകത്ത് മസ്റ്റായിട്ടും 8 ഓംസിനകത്ത് മാത്രം 100 ഓംസ് എടുക്കാൻ പറ്റുന്ന ഒരു IC ആണ്. അത് നമുക്ക് താഴോട്ട്, അതായത് 4 ഓംസിലോട്ട് ആക്കി കഴിഞ്ഞാൽ IC ഓവർ ഹീറ്റായിട്ട് കംപ്ലൈൻ്റ് ആയി പോകും. അത് ഒന്നാമത്തെ കേസ്. കൂടാതെ തന്നെ നമുക്കൊരു 25 ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു 34 വോൾട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് 4 ഓംസിന് നമുക്ക് 100 വാട്ട്സ് എടുക്കാൻ പറ്റുന്ന ഒരു IC കൂടെയാണ് 7294. അത് ആ ഒരു IC നമുക്ക് നല്ല ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളിൽ വന്നുകൊണ്ടിരുന്നതാണ്. നല്ല ടിവികളിൽ, അതായത് ഹൈ എൻഡ് ആയിട്ടുള്ള ടിവികളിലും അതിൻ്റെ ആയിട്ടുള്ള സ്പീക്കർ സിസ്റ്റംസിനകത്തൊക്കെ വന്നുകൊണ്ടിരുന്ന IC ആണ് TDA7294. അത് ST മൈക്രോ കൺട്രോൾസ് ആണ് ആ ഒരു IC ഇറക്കുന്നത്. അപ്പോൾ കൂടാതെ തന്നെ ആ ഒരു IC നല്ല ഹീറ്റ് ആവുന്ന ഒരു IC കൂടെയാണ്. നല്ല രീതിയിലുള്ള ഒരു ഹീറ്റ് അത് വർക്കിംഗ് ടൈമിൽ പുറപ്പെടുവിക്കും. പക്ഷേ ആ ICയുടെ പ്രത്യേകത, സ്വിച്ച് ഓൺ സമയത്തും സ്വിച്ച് ഓഫ് സമയത്തും സ്പീക്കറിനകത്ത് ഒരു സൗണ്ട് വരത്തില്ല. ഒരു ഓൺ ഓഫ് സൗണ്ട് നമുക്ക് ആ ഒരു ICയിൽ നിന്നും കേൾക്കത്തില്ല എന്നുള്ളതാണ് ആ ഒരു ICയുടെ പ്രത്യേകത. കൂടാതെ തന്നെ ആ ഒരു ICക്കകത്ത് മ്യൂട്ടിംഗ് ആൻഡ് സ്റ്റാൻഡ് ബൈ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലോക്കലി മാർക്കറ്റിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ബോർഡിനകത്ത് ആ ഒരു ഫംഗ്ഷൻ അവർ എടുക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അത് ആ ഒരു ഫങ്ഷൻസ് നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ICയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യം. പിന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വെരി ലോ ഡിസ്ട്രോഷനും വെരി ലോ നോയ്സും ആണ്. അതായത് IC ഓൺ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്പീക്കറിൻ്റെ ഭാഗത്ത് ചെവി കൊണ്ട് വെച്ചാൽ പോലും അത് ഓണായി നിൽക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അത് നമ്മൾ ചെയ്യുന്ന വയറിങ്ങിനെ അടിസ്ഥാനപരമായിട്ടിരിക്കും. ഇപ്പോൾ അതിനകത്ത് ഇൻപുട്ടൊന്നും ഇല്ലാതെ നമ്മൾ വെറുതെ ഓൺ ചെയ്ത് വെച്ചേക്കുന്നു എന്നുണ്ടെങ്കിൽ സ്പീക്കറിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഒരു റെസ്പോൺസും ഇല്ലാത്ത, ആ IC ഓൺ ആണോ അതോ ഓഫ് ആണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ആ ICയുടെ ഒരു നോയ്സ് വരുന്നത്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നോയ്സ് വളരെ കുറവാണ്, ലെസ് നോയ്സ് ആണ് അത് ആ ഒരു IC. ആ ICക്കകത്ത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും കൂടാതെ തന്നെ ഒരു ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ആ സർക്യൂട്ട് അതിനകത്ത് ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്ത് അത് മ്യൂട്ടായി നിൽക്കുന്നതിന് വേണ്ടിയുള്ള സർക്യൂട്ട് നമ്മൾ അതിനകത്ത് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു IC ഈ പറയുന്ന ഷോർട്ട് ആവുന്ന സമയത്തോ ഓവർ ഹീറ്റ് ആവുന്ന സമയത്തൊക്കെ മ്യൂട്ടിങ്ങോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അടിച്ച് നിൽക്കാനുള്ള ഒരു സംവിധാനവും ആ ICക്കകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ഹൈബ്രിഡ് പോലെ അവരതിനകത്ത് ചെയ്തിട്ടുള്ളതാണ്. മൾട്ടി വാട്ട് 50 എന്ന് പറയുന്ന ഒരു പാക്കേജിലാണ് അത് വരുന്നത്. മോണോലിറ്റിക് ഇൻ്റഗ്രേറ്റഡ് IC ആണ് ആ ഒരു IC. അപ്പോൾ ആ ഒരു നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് കാലുകളോടെ വരുന്ന ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു പാക്കേജിനകത്താണ് ആ ഒരു IC വരുന്നത്. അപ്പം എല്ലാം 3886 ആയിട്ട് സമയം വരുന്നത്. അത് കാണാൻ ഏകദേശമൊക്കെ രണ്ടും ഒരുപോലെ ഇരിക്കുന്ന ICs ആണ്. എല്ലാം 3886 വന്നിട്ട് ടെക്സാസ് ഇൻസ്ട്രുമെൻസിൻ്റെയും നമുക്ക് ഈ ഒരു 7294 എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോ ST കൺട്രോളിൻ്റെ ആണ്. എന്നാലും നമുക്ക് പവറൊന്നും കൊടുക്കാത്ത, അതായത് നമ്മൾ മ്യൂസിക്കൊന്നും പ്ലേ ചെയ്യാതെ വച്ചിട്ട് നമുക്ക് അതിനകത്ത് നമുക്ക് മാക്സിമം ഒരു 50-55 വോൾട്ട് വരെ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും. ICയുടെ സൈഡിലേക്ക് നമുക്ക് 50-55 വോൾട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ മ്യൂസിക്കൊന്നും പ്ലേ ചെയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ ഈ പറഞ്ഞത്. അത് നമ്മൾ ചെയ്തിട്ട് മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്നും പോകില്ല. അതിന് മുമ്പ് തന്നെ IC കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം നമ്മൾ അതിൽ കൊടുക്കേണ്ട വോൾട്ട് 40 വോൾട്ടാണ്. അതായത് DC 40 വോൾട്ടാണ് മാക്സിമം കൊടുക്കേണ്ടത്. ട്രാൻസ്ഫോമർ നമുക്കൊരു 30-30 വരെ നമുക്ക് എടുക്കാൻ പറ്റും. RMS കണ്ടിന്യൂസ് പവർ എന്നുള്ള രീതിയിൽ കമ്പനിക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 38 വോൾട്ട് 8 ഓംസിനകത്ത് നമുക്ക് 70 വാട്ട്സ്, 31 വോൾട്ട് 6 ഓംസിനകത്ത് നമുക്ക് 70 വാട്ട്സ്. കൂടാതെ തന്നെ ഈ 28 വോൾട്ടിൽ 4 ഓംസിനകത്ത് നമുക്ക് 70 വാട്ട്സാണ് പറയുന്നത്. പക്ഷേ മ്യൂസിക് RMS എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്രമീകരണത്തിൽ 100 വാട്ട്സുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. 8 ഓംസിലും 6 ഓംസ് പിന്നെ 4 ഓംസ് വോൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 38, 31, 28 എന്നുള്ള രീതിയിൽ നമുക്ക് 100 വാട്ട്സും കിട്ടുമെന്നാണ് കമ്പനി അവിടെ ഡാറ്റ ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളത്. കൂടെ തന്നെ ഒരു സിഗ്നൽ ഇൻപുട്ട് എന്ന് പറയുന്ന എ കർവ് എന്ന് പറയുന്ന
ഒരു രീതിയിൽ എടുക്കുമ്പോൾ 20 ഹെർട്സ് ടു 20 GHz നമുക്ക് ആ ഒരു ഐസിന്ന് ആ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടുന്നു എന്നുള്ളതാണ്. അതും എ കർവിലാണ് ആ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് അവർ പറയുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഐസി നമുക്ക് 100 വാട്ട്സിലും ബ്രിഡ്ജ് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു 200 വാട്ട്സിനകത്തും ഉള്ള ഒരു സബ് വൂഫറിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് നല്ല അടിപൊളിയായിട്ടുള്ള പവർ ഔട്ട്പുട്ടിലാണ് ആ ഒരു ഐസിയുടെ ലോ ഫ്രീക്വൻസി കൈകാര്യം ചെയ്യുന്നത്. നല്ല അടിപൊളി പവറിലാണ്. അപ്പോൾ സബ് വൂഫറിന് വേണ്ടി നമുക്ക് ഈ ഒരു ഐസിയെ ബ്രിഡ്ജ് ചെയ്തും അല്ലാതെ 100 വാട്ട്സ് നമുക്ക് മോണോ അല്ലാതെയും നമുക്ക് ഈ ഒരു ഐസിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബ്രിഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 8 ohms തന്നെ ആയിരിക്കണം നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു സമയത്ത് അത് നല്ല രീതിയിൽ ഹീറ്റ് ആവുന്ന ഒരു ഐസിയും കൂടെയാണ്. അപ്പോൾ നമുക്ക് വലിയ ഹീറ്റ് സിങ്ക് അവിടെ നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ടി വരും. ഈ ഒരു ഐസിയിൽ മൊത്തം 15 കാലുകളാണ് ഉള്ളത്. അതിൽ 7ഉം 13ഉം പോസിറ്റീവ് വോൾട്ടും 8ഉം 15ഉം മൈനസ് വോൾട്ടുമാണ് വരുന്നത്. കൂടാതെ തന്നെ ഒരു 14ാമത്തെ ആ ഒരു പിന്നിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത്. ഇൻപുട്ട് നമുക്ക് 3ാമത്തെ പിന്നിലാണ് കൊടുക്കാനുള്ളത്. അങ്ങനെയാണ് ഒരു ഡാറ്റ ഷീറ്റ് പ്രകാരം കൊടുത്തിട്ടുള്ളത് അവർ. അപ്പോൾ പിന്നെ ഒരുപാട് കാലുകൾ അതിനകത്തുണ്ട്. നമുക്ക് മെയിനായിട്ടുള്ള കാലുകളാണ് ഞാൻ പറഞ്ഞത്. കൂടാതെ തന്നെ 1ഉം 4ഉം ഗ്രൗണ്ടും കൂടെയാണ് വരുന്നത്. പിന്നെ 9ാമത്തെ പിന്ന് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡ് ബൈ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഐസി ബ്രിഡ്ജ് ചെയ്തും ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഒരു 200 വാട്ട്സോളം നമുക്ക് ആ ഒരു ഐസിയിൽ നിന്ന് ബ്രിഡ്ജിങ് മോഡിൽ കിട്ടുന്നതാണ്. കൂടാതെ തന്നെ ഹൈ എൻഡ് ടി വികളിൽ ഇപ്പോഴും ഈ ഐസി വരുന്നുണ്ട്. ഹൈ എൻഡ് ടി വികൾ മീൻസ് ആ ഒരു CRT ടി വിയിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നു. ഇപ്പം നമ്മുടെ ക്ലാസ് ഡി ബോർഡുകളാണ് നമ്മുടെ പുതിയ മോഡൽ ടി വികളിൽ വരുന്നത്. LCD LED ടി വികളിൽ നമുക്ക് വരുന്നത് ക്ലാസ് ഡി ബോർഡുകളാണ്. ഇതിന് മുമ്പ് കുറച്ചൊരു 10 വർഷം മുമ്പോട്ട് ഇറങ്ങിയ ഹൈ എൻഡ് ടി വികളിൽ, അതായത് നമ്മുടെ CRT ടി വിയിലൊക്കെ ഈ ഒരു 7294 ഒറിജിനൽ ഐസി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഐസി വേണമെന്നുണ്ടെങ്കിൽ പഴയ ഈ സ്ക്രാപ്പ് ചെയ്യുന്ന കടകളിൽ പോയി കഴിഞ്ഞാൽ, അവിടെ ടി വി പൊളിക്കുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐസി അവിടെ ഇഷ്ടം പോലെ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ അത് നോക്കിയെടുക്കണം. പല ഒറിജിനൽ ഐസികളും നമുക്ക് ആ ടി വിയിൽ നിന്ന് കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് TDA7294 നമുക്ക് കിട്ടാവുന്നതാണ്. ഈ ഒരു ഐസിക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐസിക്ക് തന്നെ ഏകദേശം ഒരു 300 രൂപയ്ക്കകത്തുള്ള വില, 250-300-നകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഐസിക്കും വിലയുണ്ട്. കാര്യം അത്രയ്ക്കും നല്ല ഐസിയാണ്. കാര്യം നമ്മുടെ തോഷിബയുടെ 2 ട്രാൻസിസ്റ്റർ വാങ്ങുന്നെങ്കിൽ തന്നെ നമുക്ക് 200 രൂപ ചിലവ് വരുന്നുള്ളൂ. പക്ഷേ ഈ ഐസി ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് 200, 250, 300 ആ റേഞ്ചിനകത്ത് പല വിലയ്ക്ക് നമുക്കിത് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഐസി കിട്ടുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ജിടെക്കിൻ്റെ സൈറ്റിലൊക്കെ ഇതിൻ്റെ നല്ല ഐസി വെച്ചിട്ടുള്ള ബോർഡുകൾ ലഭ്യമാണ്. ഏകദേശം 2000 രൂപ അടുപ്പിച്ചാണ് ഒരു 5 ചാനലിൻ്റെ ബോർഡിൻ്റെ വില. അപ്പോൾ നല്ലൊരു ഐസിയാണ്. ട്രാൻസിസ്റ്ററിനെക്കാട്ടിയും പാട്ട് കേൾക്കാൻ സുഖം ഈ 7294 തന്നെയാണ്. നല്ല രസമുള്ള ഒരു സൗണ്ടാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ടാണ് ഈ ഒരു ഐസിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇറ്റലിയിലെ SGS കമ്പനിയും പിന്നെ ഫ്രാൻസിലെ തോംസൺ എന്ന് പറഞ്ഞൊരു കമ്പനിയും കൂടെ 1998-ലാണ് ഈ ST മൈക്രോ കൺട്രോൾസ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് രൂപീകരിച്ചെടുക്കുന്നത്. പിന്നെ അവരുടെ കീഴിലാണ് ഈ ഒരു 7294 എന്ന് പറഞ്ഞൊരു ഐസി നിർമ്മിക്കുന്നത്. ST മൈക്രോ കൺട്രോൾസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കീഴിൽ തന്നെ ഒരുപാട് പല തരത്തിലുള്ള ഓഡിയോ ഐസികളും ബാക്കിയുള്ള കൺട്രോളിങ് ഐസികളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഓഡിയോ ഇതിൽ ഫേമസ് ആയിട്ടുള്ള ഐസിയാണ് ഈ TDA7294 എന്ന് പറഞ്ഞൊരു ഐസി. നമ്മളൊന്ന് വിപുലീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അനലോഗ് ചിപ്പുകളുടെയും പിന്നെ പവർ കൺവേർഷൻ ചിപ്പുകളുടെയൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളാണ് ഈ ST മൈക്രോ കൺട്രോൾസ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനി. അപ്പോൾ അതാണ് ആ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അവരുടെ ഐസി നമുക്ക് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും നമുക്ക് മിക്സായിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. അത് അത്രയ്ക്ക് നല്ലൊരു കമ്പനിയാണ് ST മൈക്രോ കൺട്രോൾസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി. കൂടാതെ തന്നെ മൊബൈൽ ഫോണുകൾ, ഓട്ടോമോട്ടീവ് പാർട്സ്, അതായത് ചിപ്പുകൾ, പിന്നെ കൂടാതെ തന്നെ ക്യാമറ മോഡ്യൂൾസ് ഒക്കെ ഈ ST മൈക്രോ കൺട്രോളിൻ്റെ ചിപ്പുകൾ നിർമ്മിക്കുന്നുണ്ട് അവർ. അങ്ങനത്തെ പലതരത്തിലുള്ള ചിപ്പുകളാണ് അവർ നിർമ്മിക്കുന്നത്. ഇപ്പം നേരത്തെ അവർ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഐസിയാണ് 7294. അപ്പോൾ ആ ഐസി ഇപ്പം നിർമ്മിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല ഐസികൾ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത് വളരെ കുറവാണ്. പക്ഷേ നല്ല രീതിയിൽ ഫസ്റ്റ് കോപ്പിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ നമ്മുടെ നാട്ടിൽ കുറവാണ്. അപ്പോൾ വാങ്ങുമ്പോൾ അത് നോക്കി വാങ്ങുക. പിന്നെ നിങ്ങൾക്ക് അത് തന്നെ വേണമെന്ന് ആഗ്രഹം ഉള്ള ആൾക്കാർ നമുക്ക് ആ ഐസി വാങ്ങാതെ വേറെ നിവൃത്തിയില്ല. എന്നാലും അത് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ വർക്കിംഗ് ആവുന്നുണ്ട്. നല്ല ഐസി തന്നെയാണ്. എന്നാൽ ഒറിജിനലിൻ്റെ ആ ഒരു കൂടെ അത് കിടപിടിച്ച് നിൽക്കത്തില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. കൂടുതൽ പറഞ്ഞാൽ നീളം കൂടും. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.